This show is completely unfair. രാജിവെച്ച് പുറത്ത് പോയിട്ട് പണി അറിയാവുന്നവരെ ഏൽപ്പിക്കണം. പിന്നെ ക്രിയേറ്റേഴ്സിനോട് തന്നെ ഞാൻ ചോദിക്കും, എന്തിനാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കപ്പോട് നിങ്ങളവർക്ക്, ഞാൻ പോണ വീട്ടിൽ. എന്നിട്ട് എന്നെ പെയിൻ്റ് അടിക്കാനാണ് എനിക്ക് ട്രോഫിയൊക്കെ കൊണ്ടുതന്നത്. ബെസ്റ്റ് അഭിനേതാവ് സിബിൻ, സൂപ്പർ വണ്ടർഫുൾ. മണിക്കുട്ടൻ ചേട്ടൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നതാണ്. വേർ ഈസ് ഹി ആഫ്റ്റർ ബിഗ് ബോസ്? ശ്വേത മേനൻ വാസ് ഓൺ ദ ലൈം ലൈറ്റ്. വേർ ഈസ് ഷീ നൗ? എന്ത് ക്വാളിറ്റി ഉള്ള, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അവരെ കണ്ട് പഠിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല, ഇതൊരു സീരിയലാണെന്നേ. നോറയൊക്കെ എന്തിനാ അതിനകത്ത് നിൽക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. വാട്ട് ഈസ് നോറ ഗിവിംഗ് ടു ദി സൊസൈറ്റി മാൻ? സീസൺ 6 is a mess. ബിഗ് ബോസ് ഇസ് നോട്ട് എ സ്ക്രിപ്റ്റഡ് ഷോ എന്ന് 10 പ്രാവശ്യം അവർ പറയുമ്പോഴും ദേ ഹാവ് എ പ്രീ പ്ലാൻഡ് പരിപാടി. ഇന്ന ആളെ വിന്നറാക്കണം, ഇന്ന കണ്ടന്റ് പുറത്തു പോകരുത്. എന്തിനാ ഡിസിഷൻ എടുത്തു? ഈ ലോക്കൽ പ്രേമം പുറത്തുവിടാനാണോ? അടുത്ത വർഷം അവർക്ക് ബിഗ് ബോസ് വിൽക്കാൻ പറ്റുമോ ഇങ്ങനെ ബിഗ് ബോസ് ചെയ്ത് വെച്ചിട്ട്? ലാലേട്ടനെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആലോചിക്കണത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ, ഒരു ബൈബിൾ വേർഡ്. ഇപ്പൊ ഈ കമന്റ് അടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ കരയാത്തവർ കമന്റ് അടിക്കും. കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിന്റെ പുറത്ത് ഞാൻ തിരിച്ചു കയറി വന്നു. അത് പലരും മറന്നു പോണ ഒരു പോർഷനാണ്. ഞാൻ തിരിച്ചു കയറി വന്ന ആ ഭാഗം മുക്കുവാണ്. ക്രിയേറ്റേഴ്സ് ഇസ് ദ പ്രോബ്ലം. ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് ഈ ഒരു സ്റ്റേജ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പോരുത്. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് പ്ലേസ് ടു ഗോ. ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ആരാന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് കുറേ കോൺട്രവേഴ്സി, അത് ഇത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എടുത്താൽ ഈ പേരുണ്ട്. അപ്പോൾ വേറെ ആരുമല്ല, സിബിൻ ചേട്ടൻ. ഹായ്, നമസ്കാരം. വെൽക്കം ടു ദി ഷോ. കോൺട്രവേഴ്സി ഇത്ര എന്റർടൈൻമെന്റ് ആയി മാറിയത് ഞാൻ കോൺട്രവേഴ്സിയാണ് എന്റർടൈൻമെന്റ് അല്ലേ ഇപ്പോ? അതെ, പരിദർശനം കേൾക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടമെന്ന്. അതാണല്ലോ ഒരു ട്രെൻഡ്. അതെ അതെ അതെ. അപ്പം ആദ്യം ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിബിൻ എന്നുള്ളത് DJ സിബിൻ എന്നുള്ളത് ആയത് എങ്ങനെയാണ്? DJ ആയത് നമ്മൾ കൊറിയോഗ്രാഫറാണ്. അപ്പം ഈ ഡാൻസിന് വേണ്ടി സോങ്സ് എഡിറ്റ് ചെയ്യും. അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് ഈ പിന്നെ റീമിക്സ് ചെയ്യുക പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ കല്യാണം വന്നു. അപ്പോൾ കല്യാണത്തിന് DJ വേണം. അപ്പോൾ പുള്ളി പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ DJ. അങ്ങനെ പുള്ളി ഓക്കെ ചേട്ടാ ഞാൻ DJ ആണെന്ന് പറഞ്ഞ് ഞാനൊരു ലാപ്ടോപ്പും വെച്ച് പരിപാടി തുടങ്ങിയതാണ് പുള്ളിയുടെ കല്യാണത്തിന്. അതിന്ന് പിന്നെ എനിക്കൊന്ന് മാറണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങി. ഒരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കൊരു കിക്ക് കിട്ടണമല്ലോ. നമ്മൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ ഒരു അഡ്രിനാലിൻ റഷ്, ഒരു ഓഡിയൻസിനെ കാണുമ്പോൾ ഒരു ചാർജ് പരിപാടി. സോ അത്യാവശ്യം ഷോസ് ഒക്കെ നമ്മൾ ചെയ്തു. കുറെ ഒരു 2000, 5000, 10,000 ക്രൗഡിന് വരെ ഷോ ചെയ്തു. ഇപ്പൊ സൺബേൺ പോലെയുള്ള മ്യൂസിക് ഫെസ്റ്റിവൽസിനൊക്കെ പ്ലേ ചെയ്തു. ആൻഡ് യു ഡു കോളേജ് ഷോസ് ആൻഡ് സോ യു സീ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പം അങ്ങനെ എനിക്ക് ഇനി ഇത് നെക്സ്റ്റ് ലെവൽ എന്ത് ചെയ്യാം എന്ന് ഞാൻ നെക്സ്റ്റ് ലെവലിൽ എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുന്നുണ്ട്. ഈ അടുത്ത പരിപാടി എന്തായിരിക്കും? സിനിമ ചെയ്യണം. എല്ലായിടത്തും ഞാൻ പറയുന്നത് എനിക്ക് സിനിമ ഇഷ്ടമാണ്. നെക്സ്റ്റ് സിനിമ ഞാൻ എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. അത് വെച്ചിട്ടൊരു പടത്തിലേക്കുള്ള യാത്രയിലാണ്. പടം ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിന്റെ ഏതൊരു ലെവൽ ഇപ്പൊ എത്തി നിൽക്കുന്നത്? അല്ല, അത്യാവശ്യം ഞങ്ങൾ അടുത്തെത്തി. ഞങ്ങൾ ഈ വർഷം തന്നെ പടം, ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ആർ എ ഗ്രൂപ്പ്. ഞാനും എൻ്റെ പിള്ളേരും എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ഒരു പടം ചെയ്യണം. അത് ഈ വർഷം തന്നെ ഉണ്ടാവും. പെട്ടെന്ന് സിബിൻ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം ഒരു നല്ല അടിപൊളി ഹ്യൂമർ ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു സാധനം എക്സ്പെക്ട് ചെയ്യാം. അതാണോ പരിപാടി? അങ്ങനത്തെ ഒരു സാധനമാണ് എഴുതുന്നത്. അങ്ങനെയാണ്. എനിക്ക് നിങ്ങൾ ചിരിച്ചാ ഹ്യൂമർ വർക്ക്. ഒരു ഫണ്ണായിട്ട് ഒരു സെൽഫ് ഇൻട്രോ ചേട്ടൻ തന്നെ ഡിസ്ക്രൈബ് ചെയ്താൽ എങ്ങനെയായിരിക്കും പറയാം? അങ്ങനെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ്. എനിക്ക് ഇൻട്രൊഡക്ഷൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. ഭയങ്കര പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും. എനിക്ക് എന്നെ ഇഷ്ടമുള്ളവർക്ക് എന്നെ ഹേർട്ട് എളുപ്പമാണ്. പക്ഷെ ആ ഒരു സൈഡ് ഞാൻ ഹൈഡ് ചെയ്യും ഭയങ്കരമായിട്ട്. എല്ലാവരുടെയും മുമ്പിൽ ഇത് കാണിക്കത്തില്ല. അങ്ങനെ ഒരു പിന്നെ ഫണ്ണായിട്ട് എന്താ പറയാൻ, ബിഗ് ബോസ് ആയ സമയത്ത് അവിടെ ഇങ്ങനെ കരഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ. കരഞ്ഞു മെഴുകി. ദാറ്റ്സ് ദ വേർഡ്. ദാറ്റ്സ് ദ വേർഡ് ദാറ്റ് പീപ്പിൾ യൂസ്. ആ ഒരു സ്ഥാനത്തിലൂടെ വരുന്നത്. അങ്ങനെ ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടൊരു സാധനമാണ് ഇരുന്ന് കരയുന്ന ആ ഒരു വികാരത്തിന് ഭയങ്കരമായിട്ട് എന്താ പറയുക, അതൊരു മോശം എന്തോ പ്രവൃത്തി പോലെ അങ്ങനെ ഒരു പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും കരയുന്നത് ഒരു ഇമോഷണലി വീക്ക് ആകുന്ന ഒരാളാണോ കരയുന്നത്, അല്ലെങ്കിൽ കരയുന്നത് ഒരു മോശം കാര്യമാണോ? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ, ഒരു ബൈബിൾ വേർഡുണ്ട്. നിങ്ങളിൽ ഇപ്പൊ ഈ കമന്റ് അടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ കരയാത്തവർ കമന്റ് അടിക്കൂ. ആരും ഉണ്ടാവില്ല. ലൈഫിൽ ഒരിക്കൽ പോലും കരയാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ഞാൻ കരഞ്ഞത് ക്യാമറയുടെ മുമ്പിലാണ്ട് നിങ്ങൾ കണ്ടു. നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ വീട്ടിലായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യന്മാർ വിഷമിക്കുമ്പോൾ കരയും. ദാറ്റ്സ് ഹ്യൂമൻ നേച്ചർ.
അതിന് അയ്യേ എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ ചിരിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലേ? ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലേ? അങ്ങനെയാണ് ഞാൻ കരയുമ്പോഴും നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണം. എക്സാക്ട്ലി. എല്ലാ ഇമോഷൻസും തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ്. അവിടെ ഞാൻ കരച്ചിൽ പിടിച്ചു വെച്ച് ഞാൻ മറ്റേ സ്റ്റാർ കളിക്കാൻ നിന്നിരുന്നെങ്കിലോ? ബട്ട് ഓൾസോ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഹോൾഡ് മൈ ഇമോഷൻസ്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമ്മൾ കരയും. ഇറ്റ്സ് നോട്ട് വീക്ക്നെസ്. കരയുന്നത് ഇറ്റ്സ് നോട്ട് വീക്ക്നെസ്, ഇറ്റ് ഈസ് വെൻഡിങ് ഔട്ട്. എക്സാക്ട്ലി. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമം എന്താണെന്ന് വെച്ചാൽ അത് വെൻഡ് ഔട്ട് ചെയ്ത് കളയാണ് കരച്ചിൽ. ആ കരയാത്ത ആൾക്കാർക്കാണ് എന്തോ ഒരു സപ്പോർട്ട്. കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിന്റെ പുറത്ത് ഞാൻ തിരിച്ചു കയറി വന്നു. ആ സെയിം ഡേ യെസ്, ഇനി ജനങ്ങൾ പുറത്താക്കുമ്പോൾ ഞാൻ പുറത്ത് പോകാന്ന് പറയാൻ തിരിച്ചു കയറി വന്നതാണ്. അത് പലരും മറന്നു പോണ ഒരു പോർഷനാണ് കേട്ടോ. ആ സെയിം ഡേ നിങ്ങളിവിടെ കാണുന്നത് മൺഡേ ആയിരിക്കും, നമ്മൾ സൺഡേ നടന്ന ഇൻസിഡൻറ്റ്. മൺഡേ എപ്പിസോഡിൽ ഞാൻ എന്നെ ഇവർ ഒരു ഉച്ചയ്ക്ക് പുറത്ത് കൊണ്ടുപോകണു. ഉച്ചയ്ക്കല്ല, വൈകുന്നേരത്തോടെ എന്നെ പുറത്തുകൊണ്ട് ഞാൻ രാത്രി തിരിച്ചു കയറി വന്നു. വിത്തിൻ 2-3 hours ഐ കെയിം ബാക്ക് ടു ദ ഹൗസ്. ഐ നെവർ വെൻറ്റ് ടു എ സീക്രട്ട് റൂം, ഐ നെവർ വെൻറ്റ് എനിവെയർ. ഐ ജസ്റ്റ് വെൻറ്റ് ഔട്ട്, ജസ്റ്റ് എന്താ പറയുക, ഒന്ന് റിലാക്സ്ഡ് കരഞ്ഞ് വെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ കെയിം ഇൻസൈഡ്. ഞാൻ തിരിച്ച് ഗെയിം കളിക്കാൻ വന്ന ആളാണ്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് എന്നെ ആക്ച്വലി റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഇഷ്ടത്തോടു കൂടിയല്ല ഞാൻ പുറത്തേക്ക് വന്നത്. ഞാൻ പുറത്ത് പോയാൽ അന്ന് എന്നെ പുറത്താക്കിയിരുന്നെങ്കിൽ പ്രശ്നമില്ലല്ലോ. സോ ദാറ്റ്സ് വാട്ട് ഐ ഡോണ്ട് നോ പീപ്പിൾ. അവർക്ക് അറിയില്ല, എനിക്കൊന്ന് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ മേലിൽ ഈ പറയുന്ന കല്ലെറിയുന്നത്. എറിഞ്ഞോട്ടെ, കുഴപ്പമില്ല, അവർക്കൊരു സുഖം. എനിക്ക് ഇതിലുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വെളിയിറങ്ങി നടക്കുമല്ലോ, അതാണ് എൻ്റെ സന്തോഷം. പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരാളും മുഖം ചുളിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കാറില്ല. വരുന്നവരൊക്കെ സന്തോഷത്തോടു കൂടി വരുന്ന സംസാരിക്കുന്നതും ഞാൻ പുറത്തായത് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ വളരെ എന്താ പറയുക, അവർ ആ ഒരു സ്നേഹത്തോടു കൂടി എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. ചിലർ പറയുന്നുണ്ട് നീ കളഞ്ഞിട്ട് വന്ന് നന്നായി, നീ ആ ഹ്യൂമിലിയേഷൻ കേൾക്കാൻ അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും എന്തിനാ മോനെ നീ വന്നത്, നീ നന്നായി അടിപൊളിയായിരുന്നു, നീ എന്തിനാ നിന്നോട് അവർ ചെയ്തത്. ഈ രണ്ട് ഇമോഷൻസും കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണുള്ളത്. വി ആർ ഹാവിങ് ലൈക്ക് എന്താ ദിസ് ഇസ് ദ ട്രോഫി. ആ 14 ദിവസം ഞങ്ങൾ വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ എന്ന് പറയുമ്പോഴാണ് ഓഡിയൻസ് പറയുമ്പോൾ ദാറ്റ് ഇസ് ദ ട്രോഫി ദറ്റ് യു ആർ ഓൾറെഡി. നിങ്ങൾ 100 ദിവസം അവിടെ നിന്നിട്ട് ചോറും കറിയും കഴിച്ചിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ആ 14 ദിവസം വി ഹാഡ് ഫൺ എന്ന് പറയുമ്പോൾ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പുറത്ത് ഇറങ്ങുന്ന ആ ടൈമില് യു എക്സ്പെക്റ്റഡ് സംതിങ് എൽസ്, ലൈക്ക് ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ട് മേ ബി പുറത്ത് വേറെ പോലെ ആൾക്കാർ എന്നോട് റിയാക്ട് ചെയ്യുമായിരിക്കും, അങ്ങനെ ഒരു സാധനം തോന്നിയോ? അല്ല, ഓബ്വിയസ്ലി അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പേടിയല്ല, ഞാൻ എന്തും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് പോകുന്നത് ഹൗസിനുള്ളിലേക്ക്. അതായത് ഒന്നുകിൽ ജാക്ക് പോട്ട് അല്ലെങ്കിൽ നശിച്ച് മട്ടമായി തിരിച്ചു വരും. ഇത് രണ്ടും എക്സ്ട്രീം എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹൗസിനേക്കുള്ളിലേക്ക് വന്നിട്ട്. പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാനതാ പറഞ്ഞത്, എനിക്കിങ്ങനെ ഇറങ്ങി വരണ്ട, ഞാൻ ഈ പുറത്ത് കരഞ്ഞ് എനിക്ക് വെളിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയിരുന്ന് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഡോക്ടറെ പറയുന്നത് യു ജസ്റ്റ് റിലാക്സ് ആൻഡ് ദെൻ ഡിസൈഡ്. സോ ഐ റിലാക്സ്ഡ്. ഞാൻ ആ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ റിലാക്സ് ചെയ്ത് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഞാൻ പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടില്ല. സോ ലെറ്റ് ദ ഓഡിയൻസ് ഡിസൈഡ്. എന്നിട്ട് ഞാൻ തിരിച്ച് വീടിനുള്ളിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് പിന്നെ ഇവർ പുറത്താക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലൈക്ക് അങ്ങനെ എനിക്ക് ഞാൻ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ PR ടീമോ അല്ലെങ്കിൽ സോ കോൾഡ് ഈ പറയുന്ന മറ്റു കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെടുന്നവർ ഈ ഭാഗം മുക്കുക. ഞാൻ തിരിച്ചു കയറി വന്ന ആ ഭാഗം മുക്കുവാണ്, കണ്ണടച്ചേക്കുക. ഇപ്പം ചേട്ടൻ മേ ബി അവിടെ നിന്നിരുന്നെങ്കിൽ യു തിങ്ക് യു വുഡ് ഹാവ് വൺ ദി ടൈറ്റിൽ? ചാൻസസ് ആർ ദെയർ ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ ഷോ പോണ ഫോർമാറ്റിലാണ് പോണെങ്കിൽ നടക്കില്ല. അതിലെന്തോ ഞാനൊരു അല്ല അതല്ല, ഇപ്പൊ ഉള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിൻഡോയുടെ കണ്ടന്റ് വെളി വരുന്നില്ല. ദേ വിൽ ഡിസൈഡ്. അവര് തീരുമാനിക്കും ആരുടെ സാധനം പുറത്തു പോകണം, ആരുടെ സാധനം പോകണ്ടെന്ന്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മേ ബി ചിലപ്പോൾ നമ്മളെ ഒതുക്കിയേനെ, വേറെ രീതിയിലൊക്കെ ഒതുക്കിയേനെ. ബിക്കോസ് ദേ ആർ, അവർക്ക് പറ്റും ഇതൊക്കെ ചെയ്യാൻ. അപ്പം അല്ലാണ്ട് ഒരു ജെന്യുവൻ പെർഫോമർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ചിലപ്പം ഒരു ടോപ്പ് 3 വന്നേനെ. വിന്നർ ആവുമെന്ന് ഞാൻ പറയൂല, ടോപ്പ് 3 വരാൻ പറ്റുമായിരുന്നു. അതൊരു വിഷമമുണ്ടോ? ഈ സീസണിൽ അത് കിട്ടണ്ട, വേണ്ട. വേറെ ഏതെങ്കിലും സീസണൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ, ഈ സീസണിൽ അത് വേണ്ടിയിരുന്നില്ല, വേണ്ട, വിഷമില്ല. പലർക്കും ബിഗ് ബോസിനെ കുറിച്ചുള്ള പെർസെപ്ഷൻ പലതാണ്. ഇതെന്ത് സീരിയൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലര് പറയും ഇത് എന്തോന്ന് കുറെ മനുഷ്യന്മാരെ കൊണ്ടിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു പരിപാടി. ചിലര് പറയും ഇത് നല്ല മറ്റേ ഫൺ, അടി ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ്. ശരിക്കും എന്താ ബിഗ് ബോസ് എന്ന് പറയുന്നത്? അല്ല, ഞാൻ എന്ത് പറഞ്ഞു, ഈ പറഞ്ഞ 3 ചേർന്ന ഒരു പരിപാടിയാ. അതായത് എൻഡ് ഓഫ് ദി ഡേ എന്റർടൈൻമെന്റ് ജനറേറ്റ് ചെയ്യണം
എൻ്റർടൈൻമെൻറ്റ് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷണലായിട്ട് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണല്ലോ നമ്മളൊരു ഷോ, അല്ലെങ്കിൽ റിലാക്സേഷൻ കിട്ടണം, പീസ് ഓഫ് മൈൻഡ് വേണം. എന്തിനാണ് നമ്മൾ ടി വി വെക്കുന്നത്? ഫോർ ആർ എൻ്റർടൈൻമെൻറ്റ്, അല്ലാതെ അല്ലെങ്കിൽ ഫോർ ഇൻഫർമേഷൻ, ലെറ്റ്സ് എ ഇൻഫർടൈൻമെൻറ്റ് അങ്ങനെ പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടി വി വെക്കുന്നത്. അപ്പോൾ ഈ ബിഗ് ബോസ് എന്നല്ല, മലയാളത്തിൽ ഏത് ഷോ ഡിസൈൻ ചെയ്താൽ ഇറ്റ് ഹാസ് ടു ബി എൻ ഇൻഫർടൈൻമെൻറ്റ് ഷോ. ഐദർ ഇറ്റ് ഹാസ് ടു ബി ഇൻഫർമേറ്റീവ് ഓർ ഇറ്റ് ഹാസ് ടു ബി എൻ്റർടൈൻമെൻറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്നൊരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ. അതായത് ബിഗ് ബോസ് ഇസ് നോട്ട് എ സ്ക്രിപ്റ്റഡ് ഷോ എന്ന് 10 പ്രാവശ്യം അവർ പറയുമ്പോഴും അവർക്കൊരു സാമൂഹിക പ്രതിബദ്ധത വേണം. എന്താണ് ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് വന്ന് അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായങ്ങൾ അതേപടി പുറത്തേക്ക് വിടുക, ആ അഭിപ്രായങ്ങൾ അതേപോലെ ഫിൽട്ടർ ചെയ്ത് കാണുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്യണം എന്താണ് ശരി. പക്ഷേ നേരെ മറിച്ച് ഇപ്പം ഷോയിൽ എന്താ ചെയ്യുന്നത്, ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ഷോ അതാണ്. you are a representative of a person in the society. അതുകൊണ്ടാണല്ലോ ഇവർ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നും അല്ലെങ്കിൽ LGBTQ എന്നും ഒക്കെ കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നവർ എടുക്കുന്നത്. ബിക്കോസ് ദേ വാണ്ട് ടു സ്പ്രെഡ് ദി ഇൻഫർമേഷൻ ഔട്ട്. പക്ഷെ അതല്ല ഇവിടെ നടക്കുന്നത് ഇപ്പോൾ. ദാറ്റ് ഈസ് ബാഡ്. ദേ ഹാവ് എ പ്രീ പ്ലാൻഡ് പരിപാടി. ഇന്ന ആളെ വിന്നറാക്കണം, ഇന്ന ആൾക്ക് സ്പേസ് കൊടുക്കണം, ഇന്ന ആൾക്ക് ഇന്ന ചെയ്യണം, ഇന്ന കണ്ടന്റ് പുറത്ത് പോകരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഷോ നശിക്കുന്നത്. അപ്പോഴാണ് ആൾക്കാർക്ക് ഈ അടി മാത്രം കണ്ടാൽ മതി എന്ന് തോന്നുന്നത്. കുറെ തല്ല് മാത്രം ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു അല്ലേ? തുടക്കത്തിലൊക്കെ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ഷോയാണ്. കാര്യം എന്താ വേണ്ടേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പം പ്രേമമാണെങ്കിലും ഇപ്പം നമ്മുടെ പേർലി ശ്രീനിഷൊക്കെ പ്രേമിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പ്രേമമായിരുന്നു, രസമുള്ള പ്രേമമായിരുന്നു. അങ്ങനെ പ്രേമത്തിനെ പോർട്രേ ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. സോ ദ ക്രിയേറ്റേഴ്സ് ഇസ് ദ പ്രോബ്ലം. ദേ ആർ റൂയിനിങ് ദി ഷോ. ചേട്ടൻ അകത്ത് പോയപ്പോഴേ ലൈക്ക് എന്ത് ഒരു സ്ട്രാറ്റജിയും കൊണ്ടാ പോയത്? ആക്ച്വലി ഒരു സ്ട്രാറ്റജി ഒന്നില്ല, ചെല്ലുക, അവിടെ വരുന്നിടത്ത് വെച്ചാൽ അത്രേ ഉള്ളൂ. പോവുക, വള്ളികളൊക്കെ പിടിക്കുക, കുത്തിരിപ്പുണ്ടാക്കുക, അത്യാവശ്യം എല്ലാ വള്ളിയും പിടിക്കാൻ വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ഒരു മൂഡായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് ഷോന് ഞാൻ വെളിയിൽ നിന്ന് കുറെ ഒബ്സർവ് ചെയ്തിട്ടാണ് പോണേ. എനിക്ക് ഷോയുടെ ഒരു പരിപാടി അറിയാം. അപ്പൊ ഐ നോ എന്താണ് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പോയത്. അതുകൊണ്ട് സ്ട്രാറ്റജി ഒന്നും വന്നില്ല, വരുന്നിടത്ത് വെച്ച് ഇടിക്കാം. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് ഔട്ട് ഓഫ് ഓൾ ദി പീപ്പിൾ ദെയർ ഈ ഷോയുടെ ശരിക്കും ഇവിടെ എന്താണ് വേണ്ടത്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു. മോസ്റ്റ് ഓഫ് പീപ്പിൾ ആർ ലൈക്ക് ലോസ്റ്റ്. ഇന്ന സമയത്ത് ഇന്ന സാധനം വേണ്ടേ. എല്ലായിടത്തും പോയി നമ്മൾ കലിപ്പുണ്ടാകും. ഇപ്പൊ രതീഷ് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് വന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് കലിപ്പായിരുന്നു. അതല്ല, അതായത് എന്റെ സമയത്ത് എന്ത് വേണം. ഷോയില് വന്നു, ഞാൻ എന്നാ ഇങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചു വന്ന ഇന്ന സമയത്ത് ഇന്ന സമയത്ത് തമാശ പറയാം, ഇന്ന സമയത്ത് സീരിയസ് ആയിട്ട് സംസാരിക്കാം, ഇന്ന സമയത്ത് ജസ്റ്റ് അടി ഉണ്ടാക്കിയേക്കാം, ഇന്ന സമയത്ത് എന്റർടൈൻമെന്റ് കൊടുക്കാം. അങ്ങനെ അത് ഏത് ടൈമിൽ റൈറ്റ് ടൈമിൽ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് ഷോയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഐ തിങ്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു സാധനം അതിനകത്ത് ഒരു ഭയങ്കര ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു ഭൂമിയാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റേജ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പോരുത്, അങ്ങനെ പോരുത്. ഇഫ് യു ആർ ആൻ ആർട്ടിസ്റ്റ്, ഇഫ് യു വാണ്ട് ടു ബി ഒരു ബ്ലൂമിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് പ്ലേസ്. ബിക്കോസ് ഞാൻ പറയുന്നത് എങ്ങനെ വേണോ വരാം, മനസ്സിലായല്ലോ. ആർട്ടിസ്റ്റ് ഇപ്പം നിങ്ങളൊരു പാട്ടുകാരിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗോ ഫോർ എ സിംഗിങ് റിയാലിറ്റി ഷോ. ഡാൻസർ ആണെങ്കിൽ ഗോ ഫോർ എ ഡാൻസിങ് ഷോ, അതിന് പോവുക. നിങ്ങൾ ആ പറഞ്ഞ ടാലന്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരണ്ട. നിങ്ങൾക്കത് അവിടെ നിന്നൊന്നും കിട്ടില്ല. ബിക്കോസ് അവിടെ അവർക്ക് അവിടെ നിങ്ങളെ കൊണ്ട് എന്താണോ വേണ്ടത് അത് മാത്രമേ പുറത്ത് നാട്ടുകാർ കാണൂ. പിന്നെ വെളിയിൽ വന്ന് കരിയർ ഉണ്ടാക്കാന്ന് പറഞ്ഞാലൊന്നും നടക്കാനൊന്നും പോകണില്ല. That's not the right place to go. Big Boss അങ്ങനത്തെ ഒരു ഷോ അല്ല. If you want fame and money, go for Big Boss. അത്രേ ഉള്ളൂ. ബേസിക്കലി ഇത്രേ ഉള്ളൂ സംഭവം. ഒരു ആർട്ടിസ്റ്റിനെ അവിടെ അവർ വളർത്തിക്കൊണ്ടു. ഏത് ആർട്ടിസ്റ്റിനെ വളർത്തിയത്? സീസൺ 6 ആയി, 6 is happening. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കൊണ്ടിട്ട് ഗുണമുണ്ടായ ആരാ? Name a person. Winners obviously, but what did they gain? സാബു ചേട്ടൻ സിനിമ ചെയ്ത് ബിഗ് ബോസ് കൊണ്ടാണോ? അല്ല. ഓക്കെ, in that sense അല്ല. പിന്നെ മണിക്കുട്ടൻ ചേട്ടൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നതാണോ? വേർ ഈസ് ഹി ആഫ്റ്റർ ബിഗ് ബോസ്? ശ്വേത മേനൻ വാസ് ഓൺ ദ ലൈം ലൈറ്റ്. വേർ ഈസ് ഷീ നൗ? ആർട്ടിസ്റ്റിന് പാട്ടുകാരൻ നമുക്ക് എടുക്കുക. പാഷാണൻ ഷാജി ചേട്ടൻ എവിടെ ചേട്ടൻ? പിന്നെ സോമു ചേട്ടൻ, ഹീസ് നോ മോർ. ലൈക്ക് ആരെ എടുത്താലും നമ്മൾ ഈ ഡാൻസറായിട്ട് എടുത്താലും യു മേക്ക് യുവർ ഫേസ് ഫെമിലിയർ.
Right. അത്രേ ഉള്ളൂ. Right. അവിടെ നിന്ന് വെച്ചിട്ട് ആ എന്താ പറയുക, ആ ഒരു ഫെയിം യു ക്യാൻ മാർക്കറ്റ്. അതർവൈസ് അവിടെ നിങ്ങൾ ഡാൻസർ ആണെന്നോ പാട്ടുകാരിയാണെന്നോ ആരും തിരിച്ചറിയില്ല. അതല്ല അവിടെ, യുവർ ഫേസ് ഗെറ്റ് രജിസ്റ്റേർഡ്. 100 ദിവസം നിങ്ങളെ എല്ലാ ദിവസവും നാട്ടുകാർ കാണും, നിങ്ങളുടെ മുഖം ഓർത്തിരിക്കും. ഓക്കെ, അത് മാർക്കറ്റ് ചെയ്യാം. സീസൺ 1 തൊട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ ആണ്, എല്ലാ സീസണിലും ദർ ഇസ് ദിസ് വൺ പെർട്ടിക്കുലർ പേഴ്സൺ ഹൂ വിൽ ബി സെലിബ്രേറ്റഡ് ബിയോണ്ട് ദെയർ എന്താ പറയുക, ബിയോണ്ട് ദെയർ ഇമേജ്. അതായത് ഒരു നമ്മൾ ഈ ഇപ്പോഴത്തെ ട്രെൻഡിലൊക്കെ പറയണ ഈ രാജാവ് എന്നൊക്കെ പറയുമല്ലോ, ഈ സീസണിലെ രാജാവ്, കഴിഞ്ഞ സീസണിലെ രാജാവ് അയാളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ സീസൺ 1 ഇപ്പം ഒബ്വിയസ്ലി സാബു ചേട്ടൻ, സീസൺ 2 രജിത്, സീസൺ 4 റോബിൻ രാധാകൃഷ്ണൻ, അങ്ങനെ അങ്ങനെ. ഈ സീസണിൽ അങ്ങനെ നോക്കിയാൽ ആരെങ്കിലും ഉണ്ടോ? ആരെയും തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ആരുമില്ല. ഓക്കെ, അങ്ങനെ പൊട്ടൻഷ്യലി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ എന്ത് പ്രശ്നം എന്ന് പറയുന്നത്, ഇതിപ്പോ ഞാൻ പറഞ്ഞ ഞാൻ ഭയങ്കര അഹങ്കാരി എന്ന് പറയാം, അതുകൊണ്ട് ഒരു പേര് പറയാല്ലേ. അങ്ങനെ പറയണ്ട. Being an audience, I don't feel. There is no രാജാവ്, there is no രാജ്ഞി. അങ്ങനെ ഒരു ഭയങ്കര കപ്പാസിറ്റി എന്ത് ക്വാളിറ്റി ഉള്ള, ഞാൻ ചോദിക്കട്ടെ, എന്ത് ക്വാളിറ്റിയാണ്? Just tell me. You name. ഞാൻ 19 പേരുടെ പേരും പറയാം. നമുക്ക് അവരെ കണ്ട് പഠിക്കാൻ എന്താ ഉള്ളത്? That's a very big question. ഞാനാണെങ്കിൽ എന്നെ കണ്ടെന്നപ്പോൾ ഒന്നും പഠിക്കാനില്ല. ആരും What do you learn from them? Akhil Marar, what we learn from him, the way he talks, the way he addresses issues, his performance, that's learning things. Sabu Chetan, it's planning, plotting. പഠിക്കാം. അങ്ങനെ പഠിക്കാൻ എന്തെങ്കിലും കിട്ടും. നമുക്കിപ്പം റിയാസ് സലീം വന്നിട്ട് സീസൺ 4 I guess. സീസൺ 4 റിയാസിന്റെ തോട്ട്സ്, അത് പഠിക്കാനുള്ള സാധനമാണെന്ന്. അതിൽ ശരിയായിട്ടുള്ളതുണ്ട്, തെറ്റായിട്ടുള്ളതുണ്ട്, അത് പഠിക്കാൻ കൊടുക്കുന്നു. ഇപ്പോൾ റിയാസിന്റെ കോൺവെർസേഷൻസിൽ റിയാസ് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. എവ്രിബഡി ഇപ്പം സീസൺ 2 3 പൊളിഫിറോസും കിടിലം ഫിറോസും തമ്മിലുള്ള ഇവരുടെ ആർഗ്യുമെന്റിൽ ഓഡിയൻസിന് എന്തെങ്കിലും പഠിക്കാൻ കിട്ടും, എന്തെങ്കിലും അറിവ് കിട്ടും. ഇപ്പൊ ഈ സീസൺ 6 എന്താ വാങ്ങാത്തൊല്ലിയാണ് നമ്മൾ പുറത്തേക്ക് കൊടുത്തെന്ന് എനിക്ക് അറിയില്ല. നത്തിങ് ഗോയിങ് ഔട്ട്. എനിക്ക് ഒരു പേഴ്സണാലിറ്റി ഷോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഒന്നുമില്ല. ഇതൊരു സീരിയലാണെന്നേ. വെറുതെ ഇത്രയും പൈസ കൊടുത്ത് എന്തിനാണ് സീരിയൽ ചെയ്യാൻ പോയത്? പിന്നെ സീരിയൽ അത്യാവശ്യം ഉണ്ട്, ചെറിയ ബഡ്ജറ്റ് ചെയ്യാൻ അവർക്ക്, വേറെ ആവശ്യമില്ല. ഇത് സീരിയൽ എനിക്കൊന്നും തോന്നുന്നില്ല അങ്ങനെ എഡ്യൂക്കേഷണൽ ആയിട്ട് ഒന്നെങ്കിലും ഉണ്ടായിരുന്നു അവിടെ. രണ്ട് അഭിഷേകുമാരുടെ കോൺവെർസേഷൻ വാസ് ദേർ. അഭിഷേക് ജാൻമണി കോൺവെർസേഷൻ വെന്റ് ഔട്ട്. വൈ അങ്ങനെ അൺഫെയർ ആയിട്ടുള്ള, ഐ മീൻ അപ്പാർട്ട് ഫ്രം യോഴ്സ്, ദിസ് ഷോ ഇസ് കംപ്ലീറ്റ്ലി അൺഫെയർ. Really? From day, believe it 7 or 8. From day 7 or 8, this show is completely unfair. This show is completely biased. ഒരാളുടെ പെർസ്പെക്റ്റീവിലാണ് അവർ സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അയാളുടെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ അവർ വെളി വരും, ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും പുറത്തു വരില്ല. പ്രിവിലേജസ് ആണ് ഭയങ്കരമായിട്ട് ഒരു കണ്ടസ്റ്റന്റിന് മാത്രം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരാളെ പ്രിവിലേജസ്? അത് നമ്മൾ ഈ പ്രിവിലേജ് കൊടുക്കുന്ന ആൾക്കാരോടല്ലേ ചോദിക്കണ്ടേ? ഞാൻ കുറെ കേസസ് ഒക്കെ ഉണ്ടാവും. ഞാനത് പറയുന്നത് ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആണ്. ഐ കാൻ ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ പറ്റില്ല. സോ അത് കൊടുക്കുന്നവരോട് തന്നെ ഞാൻ ചോദിക്കും, ഇതിന്റെ ക്രിയേറ്റേഴ്സിനോട് തന്നെ ഞാൻ ചോദിക്കും, എന്തിനാണ് ചോദിച്ചു. ഞാനത് കൃത്യമായി ഞാൻ ലാൽ സാറിൻ്റെ എപ്പിസോഡിൽ എനിക്ക് ഫയറിങ് കിട്ടിയ എപ്പിസോഡ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഐ ആസ്ക്ഡ് ദം, യു ആർ ദർ ഇസ് എ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ 2 എപ്പിസോഡ്സ് അല്ലേ? സാറ്റർഡേ ആണ് 2 എപ്പിസോഡ് എടുക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ മൈക്ക് ഊരി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പോട് നിങ്ങളവർക്ക് ഞാൻ പോണ വീട്ടിൽ എന്ന് ഞാൻ പറഞ്ഞു. വി ഹാഡ് എൻ ആർഗ്യുമെന്റ് വിത്ത് ദ ഓർഗനൈസേഴ്സ്. I had എന്താ പറയുക, ഒരു മീറ്റിംഗ് കൈൻഡ് ഓഫ് തിങ് ഇൻസൈഡ് ദ കൺഫെഷൻ റൂം. ദേ ട്രൈ ടു കൺവിൻസ് മീ. എന്നിട്ടാണ് ഞാൻ സെക്കൻഡ് എപ്പിസോഡ് ഇരുന്നത്. എന്നിട്ട് എന്നെ പെയിന്റ് അടിക്കാനാണ് എനിക്ക് ട്രോഫിയൊക്കെ കൊണ്ടുതന്നത്. ബെസ്റ്റ് അഭിനേതാവ് സിബിൻ, സൂപ്പർ, വണ്ടർഫുൾ. ഇതൊക്കെയാണ് നടന്നത്. So this show is completely unfair. 100% unfair ആണ്. ഇപ്പോഴും അതെ, ജിൻഡോയുടെ കണ്ടന്റ് എന്താ അവർ വെളിവിടാത്ത? ഇറ്റ്സ് unfair. It almost seems like അവരൊന്നും ചെയ്യുന്നില്ല അവിടെ, അങ്ങനെ തോന്നിപ്പിക്കാന്ന്. പക്ഷെ ലൈവ് ഉണ്ട്. അതാ പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഏത് മണ്ടന്മാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പ്രൊമോയിൽ ലാസ്റ്റ് ലാൽ സാറിൻ്റെ എപ്പിസോഡിൽ പ്രൊമോയിലൊരു ടാസ്ക് നടക്കുമ്പോൾ കണ്ടസ്റ്റന്റ് 2 കൈ വെച്ച് കളിക്കുന്നുണ്ട്. അപ്പൊ ലാൽ സാർ പറയുന്നുണ്ട് 2 കൈ ഉപയോഗിക്കരുത്. അത് എപ്പിസോഡിൽ മുക്കി. പൊട്ടന്മാരാണ് അവന്മാര് എഡിറ്റിംഗ് ടേബിളിലിരിക്കുന്നത്. അങ്ങനെ അതെ, കുറെ പേര് ഇങ്ങനെ അത് കമന്റ്സിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ. ഇത് ചെയ്ത് അത് ഞാൻ കണ്ടു ഐ സോ ഇറ്റ്. ഞാൻ കണ്ടു 2 കൈ വെച്ച്. അത് പ്രൊമോയിൽ അതിലും കാണാം, വളരെ എവിഡന്റ് ആണ്. എന്നിട്ട് പിന്നെ ഓ സൂപ്പർ, എന്തായിരുന്നു പെർഫോമൻസ്, വാങ്ങാൻ തൊലിയാണ്. എന്നിട്ട് ലാലേട്ടനെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആലോചിക്കണത്. നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട നടനൊക്കെ ഇരുന്നിട്ട് പാവം.
അപ്പൊ ഇതൊരു ഇപ്പം ഇതുവരെ എലിമിനേറ്റ് ആയ കുറെ ആൾക്കാരുണ്ടല്ലോ, അതിൽ ഡു യു തിങ്ക് ഭയങ്കര അൺഫെയർ ആയിപ്പോയ എവിക്ഷൻസ്? അൻസിബ അൺഫെയർ എവിക്ഷൻ ആണെന്ന് തോന്നുന്നു. അൻസിബ വാസ് എ പൊട്ടൻഷ്യൽ, ഒരു പുറത്ത് പോകണമെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് ക്ലാസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അൻസിബ. പിന്നെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണ് ശ്രീരേഖ ചേച്ചി, കുറച്ചുകൂടെ നേരത്തെ ഔട്ടാക്കായിരുന്നു. ആ രീതിയാണ് റസ്മിനൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഔട്ടാവേണ്ട കണ്ടസ്റ്റന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് ഹാവ് എനി പേഴ്സണൽ പ്രോബ്ലംസ് വിത്ത് ദം. ഇത് ഒട്ടും പേഴ്സണൽ അല്ല, ഗെയിമിന്റെ ആസ്പെക്ട്. ചേട്ടന്റെ കുറെ ഒബ്സർവേഷൻസ് കൈൻഡ് ഓഫ് ലൈക്ക് ഓഡിയൻസിന്റെ ഒരു പെർസ്പെക്റ്റീവ്. ഇവരൊക്കെ നേരത്തെ പുറത്താണ്. ഇപ്പോഴുള്ള ഈ നോറയൊക്കെ എന്തിനാ അതിനകത്ത് നിൽക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. വാട്ട് ഈസ് നോറ ഗിവിംഗ് ടു ദി സൊസൈറ്റി മാൻ? ചിരി വരെയാണ്. അല്ലേ? എന്ത് മാങ്ങത്തിൽ ചെയ്തിട്ടാണ്? നിങ്ങൾ ആരും അവരെ കാണുന്നില്ലേ ഗായ്സ്? മറന്നു വന്നാണ് വോട്ട് ചെയ്യുമ്പോ അബദ്ധം പറ്റി പ്രസ് ചെയ്യുന്നതാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ വോട്ടിംഗ് ഞാൻ ചോദിക്കട്ടെ, ഡു യു തിങ്ക് ലൈക്ക് വോട്ടിംഗ് ഇസ് 100% ഫെയർ? ഇല്ല, അൺഫെയർ ആണ് വോട്ടിംഗ്. ഇപ്പൊ ഏറ്റവും കുറഞ്ഞ വോട്ടുള്ള ഒരാൾ, അയാൾ എന്നാ ഔട്ട് ആക്കണ്ട, അപ്പൊ തന്നെ മോഹൻലാൽ സാറിനെ കൊണ്ട് പറയിപ്പിക്കും ഇന്ന് എലിമിനേഷൻ ഇല്ല. എന്ത് ഫെയർ ആള്, എന്ത് ഫെയർ? അത് അൺഫെയർ അല്ലേ അത്? പിന്നെ ഒരാളെ പുറത്ത് വിട്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഡബിൾ എവിക്ഷൻ വെക്കും. താഴെയുള്ള 2 പേരെ അടിച്ച് പുറത്ത് കളയും. ചിലപ്പോൾ അയാൾക്ക് ഒരാളെ കളയായിരിക്കുമായിരിക്കും, പക്ഷെ അയാൾ എന്തോ സെക്കൻഡ് ലാസ്റ്റ് ആയി പോയി. അങ്ങനെ നീ രക്ഷപ്പെടണ്ടേ, ഇന്ന് 2 പേര് ഔട്ട് ഇപ്പോ. പവർ ഇസ് വിത്ത് ക്രിയേറ്റീവ് ടീം. ഇറ്റ്സ് അൺഫെയർ, 100% അൺഫെയർ. നമ്മൾ ഈ സൈഡ് പറയുമ്പോഴും ഓൾസോ ദർ ഈസ് അനദർ സൈഡ്, ബിക്കോസ് നമ്മൾ ഈ മീഡിയ എന്നുള്ള ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അറിയാലോ ഈ രീതിയിലൊക്കെ എടുക്കണം, ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ടു സെൽ ഇറ്റ് ഇൻ എ ബെറ്റർ വേ. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്കത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അടുത്ത വർഷം ഇവർക്ക് ബിഗ് ബോസ് വിൽക്കാൻ പറ്റുമോ ഇങ്ങനെ ബിഗ് ബോസ് ചെയ്ത് വെച്ചിട്ട്? Season 6 is a mess. Do you really think they are getting TRP? Maybe TRP ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ TRP കിട്ടിയത് സീസൺ 6 TRP ഉണ്ടായിരിക്കും. ഒരു സീരിയൽ പോലെ ടോട്ടിക്കല്ലേ. പക്ഷെ അടുത്ത ആഴ്ച വിൽക്കാൻ പറ്റുമെന്നാണ്, അടുത്ത വർഷം ഇത് വിൽക്കാൻ പറ്റുമെന്നാണല്ലോ എൻ്റെ. എന്ന് വെച്ചാൽ ഒരു ക്ലൈന്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയ്ക്ക് പൈസ കൊടുക്കണമെങ്കിൽ അയ്യേ എന്ന് പറഞ്ഞ് കൊടുക്കില്ലായിരുന്നു. ഇറ്റ് ഹാസ് ടു ബി എ ക്വാളിറ്റി പരിപാടി. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഒരു ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്കൊക്കെ ക്ലൈന്റ് വരുള്ളൂ. ഒരു ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് ക്ലൈന്റ് വരുമോ? വരില്ല. സോ ക്രിയേറ്റേഴ്സ് ക്യാൻ മേക്ക് ദിസ് ഡിസിഷൻസ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അവിടെ നിങ്ങൾ എന്തിനാ ഡിസിഷൻ എടുത്തു? ഈ ലോക്കൽ പ്രേമം പുറത്തുവിടാനാണോ? യു കനോട്ട് ഡു ദാറ്റ്. യു നോ, ഇഫ് സംബഡി ഈസ് ഗിവിങ് യു ക്വാളിറ്റി കണ്ടന്റ്, കീപ് ദം. മനസ്സിലായില്ലേ? അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവർക്ക് പറ്റുന്നത് പോലെ, ഇവർക്ക് ആവശ്യമുള്ളത് പോലെ ഷോയുടെ ബെനിഫിറ്റ് അല്ല, പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ജനറേറ്റ് കണ്ടന്റ് വിത്ത് ഗുഡ് കണ്ടസ്റ്റൻസ്, രാജിവെച്ച് പുറത്ത് പോയിട്ട് പണി അറിയാവുന്നവരെ ഏൽപ്പിക്കണം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ നോക്കിയിരുന്ന് പഠിക്കും ഒരു 3-4 വർഷം. അത് ചെയ്, അത്ര എനിക്കും പറയാനുള്ളൂ. അതായത് ഡിസിഷനൊക്കെ എടുത്തോ നിങ്ങൾ, പക്ഷെ അതിലൊരു മര്യാദ വേണം. ഷോയുടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. ഇത് നല്ല ഷോ അല്ലേ ബിഗ് ബോസ്? ഈ ഫോമാറ്റ് ഭയങ്കര ഇഷ്ടമല്ലേ? അടിപൊളിയല്ലേ, നല്ല ഫോമാറ്റ് അല്ലേ? പിന്നെ വേറെ ലാംഗ്വേജസിൽ കണ്ടിട്ടുണ്ട്. What do you find major difference മലയാളവും മറ്റ് ലാംഗ്വേജസും? അവന്മാർക്ക് ജോലി അറിയാം, ഇവിടെ ഉള്ളവന്മാർക്ക് പണിയെടുക്കാൻ അറിഞ്ഞൂടാ. തലയിലിരിക്കുന്ന അറിയില്ല. ഇപ്പോ കേട്ടോ, കഴിഞ്ഞ സീസണൊക്കെ നല്ലായിരുന്നു. 1 പോളിസ് സാധനമായിരുന്നു. റിയാസിന്റെ കോണ്ടന്റ് ഒക്കെ പറഞ്ഞില്ലേ, അങ്ങനെ അത് ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ കുറച്ച് ബോധം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അയാൾക്ക് പറ്റി. ആ സീസണിലുള്ള കുറെ പേർക്ക്, ജാസ്മിൻ, റിയാസ്, അങ്ങനെ കുറെ പേര് ഐ തിങ്ക് ദേ കോൺട്രിബ്യൂട്ടഡ് സംതിങ്. ഞാൻ അതാ പറയുന്നത്, ദാറ്റ് ഈസ് മിസ്സിംഗ് ഇൻ ദിസ് സീസൺ അല്ലേ? സീസൺ 6 അതൊന്നും ഇല്ല, ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിന്നവരെയൊക്കെ പറഞ്ഞ് വീട്ടിലും വിട്ടു. ആക്ച്വലി ഈ സീസൺ ബിഗ് ബോസ് അകത്ത് നടന്നതിൽ കൂടുതൽ പുറത്താണ്, വെളിയിലാണ്. യൂട്യൂബേഴ്സ് ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന എപ്പിസോഡല്ല, വെളിയിൽ കണ്ടന്റാണ്. ഇന്ന് എന്താ ജാസ്മിന്റെ മുൻ കാമുകൻ ഇന്ന് ചാറ്റ് പുറത്തു വിടുന്നു, ഇന്ന് ദിയാസന ഇങ്ങനെ മറുപടി പറയുന്നു, അഖിൽ മാരാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അതല്ലേ അപ്സരയുടെ ഭർത്താവ് പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അകത്തുള്ള ആരെങ്കിലും കുറിച്ച് വല്ലതും മിണ്ടാത്തത് പാവങ്ങൾ അതിനകത്ത് ഇടന്ന് ഗെയിം കളിക്കുകയാണ്.